നമസ്കാരം. ഏവരെയും ലില്ലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് ജൂലൈ 1, അതായത് ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് അതിന് കാരണമായി തീരുന്നതെന്ന് അറിയാമോ? ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ് നമ്മളെല്ലാ വർഷവും ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയി പ്രമുഖ ഭിഷഗ്വരനും സമുന്നതനായ രാഷ്ട്രീയ നേതാവുമായിരുന്നു. അദ്ദേഹം 1882 ജൂലൈ 1-ാം തീയതി ജനിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ 2ാമത്തെ മന്ത്രിയും ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ മെഡിക്കൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെയേറെ മികവുറ്റ സംഭാവനകൾ നൽകി. അദ്ദേഹം 1962 ജൂലൈ 1-ാം തീയതി അന്തരിച്ചു. ഭിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറിനെയാണ് ഭിഷഗ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചതും ജനിച്ചതും ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ അതായത് ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡോക്ടർമാരുടെ സേവനങ്ങളെയും കഠിനാധ്വാനത്തെയും ആദരിക്കുന്നതിനും അവരുടെ അർപ്പണബോധത്തെയും അതുപോലെ തന്നെ പ്രതിബദ്ധതയെയും സ്മരിക്കുന്നതിനുമായി ഈ ദിനം പ്രയോജനപ്പെടുത്തുന്നു. രോഗികളുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സേവനങ്ങളെയും ത്യാഗത്തെയും സ്മരിക്കാതെ വയ്യ. ഈ ദിനത്തിൽ മെഡിക്കൽ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും സ്കൂളുകളിലും അനുസ്മരണ ചടങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല, ഡോക്ടർമാരുടെ ആദരിക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാനും കഴിയണം. നമുക്ക് ഇന്ന് ഈ സുദിനത്തിൽ നമ്മുടെ ജീവൻ സേവകരായ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ അവരെക്കുറിച്ച് എഴുതിയ ഒരു ചെറിയൊരു ഗാനവും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഞാൻ വരച്ച ഏതാനും ചിത്രങ്ങളും ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു പാട്ട് പാടാം. ഓക്കെ. ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിത് 1000 നന്ദി പൂക്കൾ. ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിത് 1000 നന്ദി പൂക്കൾ. രോഗാവസ്ഥയിൽ കഴിയുന്നോർക്ക് ആശ്വാസത്തിൻ പുഞ്ചിരി വിതറി. രോഗാവസ്ഥയിൽ കഴിയുന്നോർക്ക് ആശ്വാസത്തിൻ പുഞ്ചിരി വിതറി. പ്രത്യാശയുടെ നാളം പകർന്ന് കാരുണ്യത്തിൻ കരങ്ങൾ നീട്ടി
പൊൻപ്രഭ വിതറി നടക്കുന്നോരിവർ പൊൻപ്രഭ വിതറി നടക്കുന്നോർ ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിത് 1000 നന്ദി പൂക്കൾ. ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിത് 1000 നന്ദി പൂക്കൾ. നമ്മുടെ ജീവൻ സേവകരായി വർദ്ധിക്കുന്ന ഡോക്ടർമാരുടെ ആയുസ്സാരോഗ്യത്തിനായും പ്രാർത്ഥിച്ചിടണം പ്രിയരെ നാം. നമ്മുടെ ജീവൻ സേവകരായി വർദ്ധിക്കുന്ന ഡോക്ടർമാരുടെ ആയുസ്സാരോഗ്യത്തിനായും പ്രാർത്ഥിച്ചിടണം പ്രിയരെ നാം. പ്രാർത്ഥിച്ചിടണം പ്രിയരെ നാം. ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിതാ 1000 നന്ദി പൂക്കൾ. ഈ സുദിനത്തിൽ അർപ്പിക്കുന്നിതാ 1000 നന്ദി പൂക്കൾ. 1000 നന്ദി പൂക്കൾ. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ദേശീയ ഡോക്ടേഴ്സ് ദിനാശംസകൾ. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പിന്നെ ഡോക്ടേഴ്സ് ദിനത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഡോക്ടർ ബിധാൻ റോയിയെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ മറ്റേത് ആഡ് ചെയ്യുന്നുണ്ട്, ആ ചിത്രങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക.